സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM റേഡിയോ നിലയത്തിലേക്ക് എല്ലാ ശ്രോതാക്കളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. വായിക്കുന്നത് സരസ്വതി ആശുപത്രിയിലെ RJ ദിവ്യ. ഇന്ന് 2024 ജനുവരി 6, കൊല്ലവർഷം 1199, ധനുമാസം 21 ശനിയാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സരസ്വതി FM ഓൺലൈൻ റേഡിയോ ജന്മമെടുക്കുന്നു. അതിസങ്കീർണമായ പാൻക്രിയാസ് ശസ്ത്രക്രിയ ലാപ്രോസ്കോപ്പിലൂടെ. പാറശാലയ്ക്ക് അഭിമാനമായി ഗൗരിനന്ദ. ആയിരക്കണക്കിന് പാദങ്ങൾക്ക് രക്ഷയായി സരസ്വതി പാദസ്പർശ്. സരസ്വതി സർജിക്കൽ ഒറേഷൻ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സരസ്വതി FM ഓൺലൈൻ റേഡിയോ ജന്മമെടുക്കുന്നു. നവമാധ്യമ രംഗത്തേക്ക് പുതുകാൽവയ്പുമായി സരസ്വതി ഓൺലൈൻ FM റേഡിയോ സംപ്രേഷണം ആരംഭിച്ചു. ഒത്തിരി അറിവും ആരോഗ്യരംഗത്തെ പുത്തൻ സന്ദേശങ്ങളും നാട്ടുവിശേഷങ്ങളും ഇത്തിരി രസങ്ങളുമായി സരസ്വതി FM. അതിസങ്കീർണമായ പാൻക്രിയാസ് ശസ്ത്രക്രിയ ലാപ്രോസ്കോപ്പിലൂടെ. തമിഴ്നാട് കന്യാകുമാരി ജില്ലാ സ്വദേശിനിയായ 64-കാരിയാണ് പാൻക്രിയാസിലെ മുഴ നീക്കം ചെയ്യുവാനായി ശസ്ത്രക്രിയയ്ക്ക് വിധേയായത്. പൂർണ്ണമായും താക്കോൽ സുഷിര മാർഗത്തിലൂടെ ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത് അപൂർവമാണ്. രോഗി സുഖം പ്രാപിച്ചു വരുന്നു. പാറശാലയ്ക്ക് അഭിമാനമായി ഗൗരിനന്ദ. 2023-24 കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നിവയിൽ A ഗ്രേഡ് കരസ്ഥമാക്കി പാറശാലയ്ക്ക് അഭിമാനമായി GVHSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി GM ഗൗരിനന്ദ. ഗോപകുമാർ മഞ്ജു ദമ്പതികളുടെ മകളാണ്. ആയിരക്കണക്കിന് പാദങ്ങൾക്ക് രക്ഷയായി സരസ്വതി പാദസ്പർശ്. നിർധനരായ പ്രമേഹ പാദരോഗികൾക്ക് തുണയായി സരസ്വതിയുടെ സഞ്ചരിക്കുന്ന പ്രമേഹ പാദരോഗ ക്ലിനിക്. ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ച് 5 മാസത്തിനുള്ളിൽ തന്നെ ആയിരക്കണക്കിന് രോഗികളെയാണ് പാദപരിശോധന നടത്തി പാദസംരക്ഷണത്തിന് തുടക്കമിട്ടത്. സരസ്വതി സർജിക്കൽ ഒറേഷൻ സംഘടിപ്പിച്ചു. സരസ്വതി ആശുപത്രിയിലെ ശസ്ത്രക്രിയാ വിഭാഗം സംഘടിപ്പിച്ച ഉന്നത ശാസ്ത്രീയ പ്രഭാഷണം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നടന്നു. കായികം. ദേശീയ ജൂനിയർ സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ചാമ്പ്യന്മാർ. ഫൈനലിൽ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് ലക്ഷദ്വീപിനെയാണ് പരാജയപ്പെടുത്തിയത്. ക്രിക്കറ്റ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിലും ഇന്ത്യ പാകിസ്ഥാൻ സ്വപ്ന പോരാട്ടം. ഇരു ടീമുകളും ഒരേ ഗ്രൂപ്പിൽ വന്നതോടെയാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന മത്സരത്തിന് അരങ്ങൊരുങ്ങിയത്. ജൂൺ 1 ന്യൂയോർക്കിൽ ആരംഭിക്കുന്ന ലോകകപ്പിന് US-ഉം വെസ്റ്റ് ഇൻഡീസും സംയുക്തമായി ആതിഥ്യം വഹിക്കും. ആരോഗ്യമുത്തുകൾ. പ്രമേഹ പാദരോഗം മൂലം ഒരു കാലുകളിലും തനിയെ വ്രണം ഉണ്ടാകുന്നില്ല. വ്രണം വരുന്നത് രോഗിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത മുറിവുകളിലൂടെയാണ്. അതുകൊണ്ട് സ്വന്തം കാലിനെ മുറിവ് പറ്റാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക. പുതിയ വിശേഷങ്ങളുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ.